ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പിസ്ത ഐസ്ക്രീമാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പിസ്ത ഐസ്ക്രീം മിക്സ് പൗഡറാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ തീ കുറച്ച് വെച്ച് തന്നെ നമ്മൾ ഇതുപോലെ പാലൊന്ന് നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പാല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഈ ഐസ്ക്രീം പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുറുക്കി എടുക്കണം. ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കുറുക്കി എടുക്കണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ മിക്സ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുവാണ്. നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ടൊന്ന് മാറണം. അപ്പം നമ്മൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഈ പാത്രം തുറന്നു നോക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഈ ഐസ്ക്രീമിൻ്റെ കൂട്ട്. അത് നന്നായിട്ട് സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് ഈ ഒരു ബൗളുണ്ട്, അതിലേക്ക് ഇട്ട് വെക്കാം. നമുക്ക് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഐസ്ക്രീമിൻ്റെ കൂട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മീതയിലേക്ക്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇതിൻ്റെ മീതയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നട്ട്സ് വീണ്ടും ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി കുറച്ച് ചെറിയുണ്ട്, അത് നമുക്ക് മീതയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ വെക്കാം. നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കട്ടയായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പിസ്ത ഐസ്ക്രീം റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്